ഗായ്സ്, ഇറ്റ്സ് മീ ഐറ ആൻഡ് ഇതൊരു ആഡ് ഷൂട്ട് വ്ളോഗാണ്. ആഡ് ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അയോ റിവോർ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ്. ആൻഡ് ഈ റിസോർട്ട് ഉള്ളത് പാലക്കാടാണ്, മലമ്പുഴയ്ക്കടുത്ത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആൻഡ് ഈ റിസോർട്ട് ഓൺഡ് ബൈ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പാണ്. സോ ഈ റിസോർട്ടിലെ എല്ലാ പ്രൊഡക്ട്സും ആ ഒരു ബ്രാൻഡിൻ്റെ ആണ്. മോർണിംഗ് ഒരു 7 ഒക്കെ ആയപ്പോൾ നമ്മൾ റെഡിയായി റെസ്റ്റോറൻറ്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതെൻ്റെ കൂടെ ചെയ്യാൻ വന്നിട്ടുള്ള ആർട്ടിസ്റ്റാണ്. ആളുടെ പേര് ജോസഫ് എന്നാണ്. സോ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. അവിടെ ബൊഫെ ഉണ്ടായിരുന്നു. ബൊഫയിൽ നിന്ന് നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ കഴിച്ചു. ആൻഡ് ഇറ്റ്സ് അമേസിങ് ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഓരോന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മിനി കൂപ്പറിലായിരുന്നു. ആൻഡ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ മിനി കൂപ്പറിൽ ഷൂട്ട് ചെയ്യാൻ പോണത്. ഐ എം വെരി എക്സൈറ്റഡ്. കാർ ഓടിച്ചത് ജോസഫ് ആയിരുന്നു. ആൻഡ് കുറച്ച് ഷോട്ട്സൊക്കെയാണ് നമ്മൾ മിനി കൂപ്പറിൽ ഷൂട്ട് ചെയ്തത്, കുറച്ച് വെൽക്കമിങ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിൽ ആരതി ടിക്കയുടെ ഒരു ചെറിയ പോർഷനും കൂടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കടുവേനെ കണ്ട് എന്ത് ചോദിക്കും ആദ്യം? ഗൈസ്, നമ്മൾ കടുവയുള്ള കാട്ടിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവരെന്തോ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കവരെ പിന്തുടരാം. ഈ കാട്ടില് പുലിയുണ്ടോ? കാട്ടിലെ പുലിയുണ്ട്. നേരെയാണ് ഇറങ്ങി താഴെയൊന്നും കാണില്ല. ഈ സമയത്തൊക്കെ ഇറങ്ങുമോ ഇവിടെ? അത്യാവശ്യം അങ്ങനെ വരുള്ളൂ. ഈ റിസോർട്ടിൽ എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് എനിക്ക് ഇവരുടെ സർവീസാണ്. ഇവർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ നമുക്ക് ചെയ്തു തരും. ആൻഡ് ഇവരുടെ ഒരു മിനി വെഹിക്കിൾ ഉണ്ട്. അതിൽ നമ്മൾ റൂംസ് ഒന്ന് താഴെ റെസ്റ്റോറൻറ്റ് ആൻഡ് ഇവിടെ കുറച്ച് പ്ലേ ഏരിയാസ് ഒക്കെ ഉണ്ട്. അവിടേക്കൊക്കെ നമുക്കിങ്ങനെ സർവീസ് ചെയ്തു തരും. ബിക്കോസ് ഇതൊരു ഹൈക്കിലാണ് ഇതുള്ളത്. നമ്മളിങ്ങനെ ഫുള്ള് നടന്ന് താഴെ എത്തുമ്പോഴത്തേക്കിന് നമ്മൾ ക്ഷീണിക്കും. സോ ഇവർ ഇങ്ങനത്തെ സർവീസസ് ഒക്കെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വേറൊരു പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫായിരുന്നു. സ്റ്റാഫ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല കമ്പനി ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു ഫുൾ ഓൺ. നമുക്ക് ഷൂട്ടില്ലാതെ ബ്രേക്ക് ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഗെയിംസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതെന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ എപ്പോൾ ഷൂട്ടിന് എവിടെ പോയാലും ഏറ്റവും കൂടുതൽ കഴിക്കുക ചോറും തൈരും ആയിരിക്കും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഒരു ഫേവറേറ്റ് പാർട്ടാണത്. ഇപ്പോൾ നമ്മൾ ഇത് കുറച്ച് കഴിക്കുകയാണ്. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ്. അമ്മയ്ക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചു നോക്കിയത് ഭയങ്കര സ്പെഷ്യലാണ് ആൻഡ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്കൊരു 1 ഡേ കൊണ്ട് ഈ റിസോർട്ട് ഫുള്ള് കണ്ടു തീരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതേപോലെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിലിംഗ് ഈ റിസോർട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതൊരു പൂൾ റിസോർട്ട് വില്ലയാണ്. ഇതിനുള്ളിൽ തന്നെയുള്ള ഒരു പൂൾ സെക്ഷനാണ്. ഇതൊരു റൂം അറ്റാച്ച്ഡ് പൂളാണ്. സോ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഫോർ കപ്പിൾസ് ആൻഡ് ഫാമിലീസ്. എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി ഈ ഒരു മാസ്റ്റർ പീസ് ഐഡിയ ഒക്കെ. ഈ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ ടീ സ്റ്റോളൊക്കെ ഉണ്ട്. ടീ സ്റ്റോളിലേക്ക് പോകുന്നത് ഒരു ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തിട്ടാണ്. അത് ഭയങ്കര അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്കിതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നി. ബിക്കോസ് ഫോറിനേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മലമ്പുഴ ഡാമിന്റെ മിനിയേച്ചറാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ വെള്ളം വരാൻ വേണ്ടി കുറച്ച് ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഷൂട്ട് എടുത്തിട്ട് വരാം. ഇതെടുക്കട്ടെ, വെള്ളം വരുന്നുണ്ടല്ലോ. ഈ റിസോർട്ടിൻ്റെ ഒരു ആംബിയൻസും വ്യൂ ഒക്കെ കാണണമെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതി. അടിപൊളി ആംബിയൻസ് ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ റൂംസും ഇൻഡിവിജ്വൽ കോട്ടേജുകളാണ്. സോ നമുക്ക് അത്രയും പ്രൈവസിയിലും അത്ര അടിപൊളിയായിട്ട് നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റും. ഫൈനൽ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. ഫൈനൽ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിനാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ചെറിയ സെറ്റപ്പൊക്കെ ആണത്. ഞാൻ ഈ ഷൂട്ടിൻ്റെ ടൈം ഫുൾ ആലോചിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സെക്കൻഡ്സ് വരുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവർ എത്രമാത്രം എഫേർട്ടാണ് ഇട്ടിട്ടുള്ളതെന്നാണ് കേട്ടോ. സ്റ്റാഫിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. ആൻഡ് ദ ഫുഡ് വാസ് അമേസിങ്. ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇത്രയും അടിപൊളിയായിട്ടുള്ള ഫുഡും പിന്നെ കുറച്ച് മോക്ടെയിൽസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റി. ആൻഡ് ഇറ്റ്സ് വെരി വെരി അമേസിങ്. ഷൂട്ടെല്ലാം അടിപൊളിയായിട്ട് തന്നെ തീർന്നു. ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാക്കപ്പ് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുത്തെ എല്ലാ സ്റ്റാഫും മാനേജറും എല്ലാവരും പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 1 2 3
ഷൂട്ട് കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമുക്ക് സ്റ്റേ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് തിരിച്ചു പോകേണ്ടതിൻ്റെ അർജൻസി ഉള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ ലെറ്റർ ഫോമാറ്റിൽ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു ഫോമാണത്. സോ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. ഷൂട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ അമ്മ, ഷൂട്ട് എങ്ങനെയുണ്ടായിരുന്നു? റൂം സർവീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സർവീസാണ്. നല്ല ഷൂട്ടായിരുന്നു. ഇനി ഷൂട്ടിന് വരാം എൻ്റെ കൂടെ? ആലോചിക്കാം. പേയ്മെന്റ് വന്നാലേ ഞാൻ വരും. ഓക്കെ ബൈ.